കൊച്ചി നഗരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയിൽ കയറുക എന്നത് ഒരു കേരളീയനും അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കൊച്ചി മെട്രോ ഇപ്പോൾ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്. പതിനഞ്ച് ഇലക്ട്രിക് ഫീഡർ ബസ്സുകളാണ് കൊച്ചി മെട്രോ ലിമിറ്റഡ് കൊച്ചി നഗരത്തിൽ ഉടനീളം എയർപോർട്ട് അടക്കം യാത്ര ചെയ്യാനായി സജ്ജീകരിക്കുന്നത്. സബ്സിഡി റേറ്റിൽ ഈ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ആ വാഹനത്തിന്റെ റൂട്ടും മറ്റ് വിശദാംശങ്ങളും വില വിവരങ്ങളും ഒക്കെ നമുക്ക് ഇന്നറിയാം. ബസ്സിന്റെ അകത്തൊന്ന് കയറാം. ഹ്രസ്വദൂര യാത്രയ്ക്ക് പറ്റിയ സീറ്റിംഗ് തന്നെയാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ശീതീകരിച്ച ഒരു ഇലക്ട്രിക് ബസ് തന്നെയാണ് കൊച്ചി മെട്രോ ലിമിറ്റഡ് കൊച്ചി നഗരത്തിലെ സഞ്ചാരത്തിനിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബസ് നമുക്ക് പരിചിതമാണ്. തിരുവനന്തപുരം നഗരത്തിൽ KSRTC ഏകദേശം ഇതേ മോഡലുള്ള ബസ് ഉപയോഗിക്കുന്നുണ്ട്. 3 TV-കളും ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നാല് ക്യാമറ, വാഹനത്തിന്റെ 4 ചുറ്റും ക്യാമറയുണ്ട്, ഇൻസൈഡ് ക്യാമറയുണ്ട്. അങ്ങനെ എല്ലാവിധ സുരക്ഷയും ഈ വാഹനം ഉറപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ബോഡി ഫിറ്റഡ് ബസ്സിലൊക്കെ വരുന്ന ഫയർ സേഫ്റ്റി സംവിധാനങ്ങളുണ്ട്. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഇറങ്ങാനും വേണ്ടി 2 ഡോറുകളാണ്, മുമ്പിലൊരു ഡോറും നടുവിലായിട്ട് മറ്റൊരു ഡോറും ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വണ്ടി നമ്മൾ AFDയുടെ ലോണോട് കൂടിയിട്ട് ഗവൺമെന്റ് ഓഫ് കേരളയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഫീഡർ സർവീസസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച 15 വണ്ടികളുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ഡിപ്പോ എല്ലാം ഉള്ളത് മുട്ടം എന്ന് പറയുന്ന നമ്മുടെ OCCയുടെ അടുത്തുള്ള ഒരു ഇലക്ട്രിക് ബസ് ഡിപ്പോയിലാണ് നമ്മൾ ഈ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടുന്നാണ് ചാർജിങ് ഒക്കെ നടത്തുന്നതും. പക്ഷെ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ബസ്സസിന് ഓപ്പർച്യൂണിറ്റി ചാർജിങ് ആവശ്യമുണ്ടാവും. കാരണം നമ്മൾ ഒരു 160 കിലോമീറ്റർ ടു 150 കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ ഒരു ചാർജിൽ ഓടാവുന്ന പരമാവധി ദൂരം. അപ്പോൾ ട്രാഫിക് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വി പുട്ട് അപ്പ് ഓപ്പർച്യൂണിറ്റി ചാർജിങ് ഓൾസോ. ഓപ്പർച്യൂണിറ്റി ചാർജിങ് എന്ന് പറയുന്ന പകൽ സമയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതേപോലെ ചാർജിങ് നീഡ്സ് വരികയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചാർജേഴ്സ് നമ്മൾ പല പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മുട്ടത്തിൽ 4 ചാർജേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ചാർജിങ്ങിന് വേണ്ടി കലൂർ മെട്രോ സ്റ്റേഷൻ, വൈറ്റ്ല മെട്രോ സ്റ്റേഷൻ ആൻഡ് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷൻ, ഇങ്ങനെ 3 സ്റ്റേഷൻസിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി എന്ന് പറയുന്നത് 9 മീറ്റർ 33 സീറ്റ് വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന വണ്ടി എയർപോർട്ടിലേക്ക് സർവീസ് നടത്താൻ പോകുന്ന വണ്ടിയാണ്. നമ്മുടെ മെട്രോ സ്റ്റേഷൻ, ആലുവ മെട്രോ സ്റ്റേഷനും സിയാൽ എയർപോർട്ടിലേക്കും പീക്ക് ടൈമിൽ 20 മിനിറ്റ്സും നോൺ പീക്ക് അവേഴ്സിൽ 30 മിനിറ്റ്സും രാവിലെ 6:45 തൊട്ടിട്ട് വൈകുന്നേരം 11 മണി വരെ എയർപോർട്ടിൽ നിന്ന് 11 മണിക്ക് തിരിച്ചു വരുന്നത് പോലെയുള്ള ഒരു സർവീസാണ് ആ ബസ് കൊടുക്കുക. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഈ മെട്രോ റെയിൽ പോളിസിയുടെ അനുസരിച്ചും അതുപോലെ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൊച്ചി മെട്രോ റെയിലും കൂടിയുള്ള ഒരു ധാരണാപത്രത്തിലും ഫീഡർ സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെട്രോ സിസ്റ്റം വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനും അവിടെ നിന്ന് യാത്ര ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നല്ല ഫീഡർ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് അതിലെല്ലാം നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഫീഡർ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളിപ്പോൾ പ്ലേസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ട്രാൻസിറ്റ് ഗ്യാപ്സ് ഉള്ള സ്ഥലങ്ങളിൽ മെട്രോയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എവിടെയെങ്കിലും നിന്ന് വേറൊരു മെട്രോ സ്റ്റേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജനറേഷൻ പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ധാരാളം ആളുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ആവശ്യത്തിന് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ആളുകൾക്ക് സാധാരണ മെയിൻ റോഡിൽ നമുക്ക് അങ്ങനെ വണ്ടികളില്ല. അതായത് മെട്രോ ലൈനിന്റെ അടിയിൽ കൂടി നമുക്ക് അങ്ങനെ വാഹനങ്ങൾ ഓടുന്നില്ല. മെട്രോയിലേക്ക് കണക്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എയർപോർട്ട് ഒഴിച്ചുള്ള മിക്ക റൂട്ടുകളും ഒരു 5 കിലോമീറ്റർ താഴെയുള്ള റൂട്ടുകളാണ്. ഒരു 5 കിലോമീറ്റേഴ്സിന് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ റൂട്ട്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വാട്ടർ മെട്രോന് ഇതേപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം, ഇൻഫോ പാർക്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം 1% മാത്രമാണ്. 46% കാറും
50% ബസ്സും മോട്ടോർ സൈക്കിളും 2 വീലേഴ്സും ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ. ആകെയുള്ള ബസ്സിന്റെ ശതമാനം 1% ആണ്. അപ്പോൾ അവിടേക്ക് വരുന്ന ആളുകൾ, നമ്മളിപ്പോൾ ഒരു കൊച്ചി എന്ന് പറയുന്ന ഒരു സിറ്റി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് കാക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കണക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ബി ദ ക്രിട്ടിക്കൽ പോയിന്റ്. കണക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നാലും ആളുകൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാതെ നമ്മുടെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ അതുപോലെ ഇത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് ആൾക്കാർ, അതായത് ആളുകൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും കൊച്ചിയുടെ പല ഭാഗത്തു നിന്നും എത്താൻ കഴിയണം. നമ്മുടെ ഫ്ലീറ്റ് സൈസ് 15 പക്ഷേ നമ്മൾക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തിക്കഴിയാൻ പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്യാനാണ് ഈ ഉദ്യമത്തോടുകൂടി നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ ടിക്കറ്റ് ചാർജസ് 20 rupees ഫോർ മാക്സിമം ഓഫ് 55 kilometers ആണ്. എയർപോർട്ടിലേക്ക് 80 രൂപയായിരിക്കും ചാർജ്. ഇറ്റ്സ് ഫ്രം മെട്രോ ടു എയർപോർട്ട്. അതൊരു കോൺട്രാക്ട് സർവീസ് ആയിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മാത്രമായിരിക്കും അതിന്റെ യാത്ര. ബാക്കിയെല്ലാം സ്റ്റേജ് കാരേജ് ആയിട്ട് പിക്ക് ചെയ്ത് പോകുന്ന വണ്ടികളായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്കറിയാം, ഇവിടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ UPI പേയ്മെന്റിന് അവൈലബിൾ ആണ്. റൂപേ ഡെബിറ്റ് കാർഡ് അവൈലബിൾ ആണ്. അതേപോലെ കൊച്ചി വൺ കാർഡിലും നമ്മൾക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട്ലെസ് ആയിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഈസി ആയിട്ട് അടച്ചു പോകാനുള്ളൊരു ടിക്കറ്റ് എടുക്കാനുള്ളൊരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഇലക്ട്രിക് ബസ് നമ്മൾ എടുക്കാൻ കാരണം പ്രധാനമായും കൊച്ചി പോലൊരു സിറ്റിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. വാഹനത്തിന്റെ ടൈം ഷെഡ്യൂൾ ഗൂഗിൾ മാപ്പിൽ അടുത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യും. നിലവിൽ ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ്. 1 മാസമായി ട്രയൽ റണ്ണിലാണ്. അടുത്ത ദിവസങ്ങൾ തന്നെ ഈ വാഹനം പൂർണ്ണമായിട്ട് ഫുൾ ഷെഡ്യൂളിൽ കൊച്ചി നഗരത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം കൃത്യമായ ഷെഡ്യൂളിൽ കൃത്യമായ ക്രമം വരുത്തിയ ശേഷം ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ ശേഷം നമുക്കിത് ലൈവ് ട്രാക്കിങ്ങും ഗൂഗിൾ മാപ്പിൽ ഈ ബസ് എവിടെ എത്തി, എവിടെ നിന്ന് എത്ര മണിക്ക് നമുക്ക് ബസ് കിട്ടും, അത്തരത്തിലെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ലഭ്യമാകും. ഇപ്പോൾ കൊച്ചി മെട്രോ നിലവിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ അത്തരത്തിൽ ലഭ്യമാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കൊച്ചി ആയിരിക്കും ഒരു സിറ്റി ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇലക്ട്രിക് അതായത് കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജി കൊണ്ട് ഓടുന്ന ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ഇലക്ട്രിക് ബസ് എടുത്ത് കൊച്ചി മെട്രോയിൽ വന്നിറങ്ങി ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്ത് വാട്ടർ മെട്രോ ഇലക്ട്രിക് ആയിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു സസ്റ്റൈനബിൾ സിസ്റ്റം ഉണ്ടാകുന്ന ഏക സിറ്റി ഒരുപക്ഷെ കൊച്ചി ആയിരിക്കും ഇന്ത്യയിൽ തന്നെ. കാരണം അങ്ങനെ ഒരു കണക്ടിവിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തുകൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് വാഹനങ്ങൾ ആളുകൾ മാറി പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് മാറിയാലാണ് ഇവിടെ ഒരു കഞ്ചഷൻ കുറയുള്ളൂ, അന്തരീക്ഷ മലിനീകരണം കുറയുള്ളൂ, ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് മൂവിങ് ഒക്കെ കൂടുള്ളൂ. അതിന് പുതിയ വാഹനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എത്ര വണ്ടി വന്നാലും അതൊരു നല്ല സിസ്റ്റമാണ്. കാരണം അപ്പോഴാണ് ആളുകൾക്ക് ഒരു പ്രൈവറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നിന്ന് പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെറും 32% മാത്രമാണ് കൊച്ചിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആളുകൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ചു കാലം മുമ്പ് വരെ 40-45% ഉണ്ടായിരുന്ന മോഡ് ഷെയറിൽ നിന്നാണ് ഇപ്പോൾ 30-ന്റെ അടുത്തേക്ക് താന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല സൂചനയല്ലല്ലോ. അത് പ്രൈവറ്റ് വാഹനങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് ഒരു സിറ്റിയെ സംബന്ധിച്ചോളം നല്ല സൂചനയല്ല. കൊച്ചി മെട്രോ കണക്ട് എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന ഈ വാഹനം ഭാവിയിൽ കൊച്ചിയിലെ യാത്രാ സൗകര്യങ്ങളിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.